EVM ഹാക്ക് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാവ് പണം ആവശ്യപ്പെട്ടിരുന്നതായി കൂടുതൽ പരാതി. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് മുൻ അധ്യക്ഷൻ PM ജമാലിനെതിരെ LDF സ്ഥാനാർത്ഥി എന്ന ഷാനവാസ് മാധൂരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് ഉദുമ UDF മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് ജമാൽ പണം വാങ്ങിയെന്ന് നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജമാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് എന്നെക്കുറിച്ച് അറിയാവുന്നതാണ്. മാത്രമല്ല, ഞാൻ സർവീസിലിരുന്നപ്പോൾ അത് സർക്കാർ ചെലവിൽ ഓഡിറ്റ് ചെയ്ത് കരിയർ മുഴുവൻ ഓഡിറ്റ് ചെയ്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ മുഖവിലക്ക് എടുക്കുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് കാലം കൊണ്ട് അത് മനസ്സിലാവും, അല്ലെങ്കിൽ സമയം കൊണ്ട്, ചിലപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മനസ്സിലാവും. ഇതിലെ വാർത്തയിൽ കണ്ട കാര്യങ്ങൾ, മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ 3 പേരും ജയിച്ചിരിക്കുകയാണ് MLA മാർ. 35 വർഷത്തിന് ശേഷമാണ് ഉദുമ ജയിച്ചിരിക്കുന്നത് UDF. ഈ 3 MLA മാരോട് ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെട്ടെന്നും EVM ഹാക്ക് ചെയ്യാമെന്നും ആണ്. കൗണ്ടിങ്ങിന് ഒരാഴ്ച മുമ്പാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തതെന്നാണ് പറയുന്നത്. പോളിംഗ് എത്രയോ 1.5 മാസം മുമ്പേ നടന്നതാണ്. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ വെറ്റ് ചെയ്തതും ഫില്ല് ചെയ്തതും നോട്ടറൈസ് ചെയ്തതും ഞാനാണ്. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് നോമിനേഷൻ തയ്യാറാക്കാൻ വന്ന കോട്ടയം ജില്ലക്കാരനായ കാഞ്ഞങ്ങാട് സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായിട്ടും കോട്ടയത്തെ ഒരു കോമൺ ഫ്രണ്ടായ അഭിഭാഷകൻ മുഖേന വന്നതിനാൽ പുറത്തു നിന്നുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ ഓഫീസിലെ സമയം ചെലവഴിച്ച് ഞാൻ അവരുടെ രേഖകളൊക്കെ കൃത്യമാക്കി നോമിനേഷൻ തയ്യാറാക്കിയത് ഞാനാണ്. അതുപോലെ മഞ്ചേശ്വരം MLA AK അഷ്റഫിൻ്റെ നോമിനേഷൻ തയ്യാറാക്കിയത് എൻ്റെ ഓഫീസിലെ എൻ്റെ പാർട്ട്ണറായ അഭിഭാഷകൻ വിനോദും അത് നോട്ടറൈസ് ചെയ്ത് ഞാനാണ്. 23/3 ഞാനത് നോട്ടറൈസ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 23 അന്ന് കണ്ട AK അഷ്റഫിനെ മാർച്ച് 23 ശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും, പ്രചരണ കാലത്ത് പോലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം വരും. കാരണം ഞാൻ ഉദുമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുപോലെ കാസർഗോഡ് MLA ശ്രീ കലക്ടർ മാഹിൻ, അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ ഞാൻ തയ്യാറാക്കി, ഞാൻ നോട്ടറൈസ് ചെയ്തത് 22-ാം തീയതി രാത്രി 11 മണിക്ക് ശേഷം കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വന്ന് അവർ തയ്യാറാക്കിയത് പരിശോധിച്ച് 12 മണിക്ക് ശേഷം 23-ാം തീയതിയുടെ ഡേറ്റ് വെച്ച് തിരിച്ചു പോയി എൻ്റെ ഓഫീസിൽ വെച്ച് ഒപ്പിടുകയാണ് ചെയ്തത്. ആ 23/3 ശേഷം കാസർഗോഡ് MLA കലക്ടർ മാഹിനെ ഞാൻ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പോലും കാസർഗോഡ് മണ്ഡലത്തിൽ ഞാൻ കാലുകുത്തിയിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഉദുമയിലായിരുന്നു. ഒരു ഘട്ടത്തിൽ ലീഗിൻ്റെ KA ബക്കർ നമുക്കൊന്ന് മഞ്ചേശ്വരം കാസർഗോഡ് വരെ ഒന്ന് കറങ്ങി വരാം എന്ന് പറഞ്ഞ് സമ്മതിച്ച ഞാൻ, എനിക്ക് ഇവിടുത്തെ വർക്ക് മുടങ്ങും, നിങ്ങൾ പോയി വാ എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ പറയുന്നത് മാർച്ച് 2026 മാർച്ച് 23 ശേഷം ഈ 2 പേരെയും ഞാൻ കാണുകയോ വിളിക്കുകയോ സമീപിക്കുകയോ ഇത്തരം ഒരു കാര്യം ഉണ്ടാവുകയോ അത്തരം ഒരു വിഡ്ഢിത്തം ഞാൻ പറയുകയോ ചെയ്തിട്ടില്ല. ഇത് ഞാൻ പൂർണ്ണമായും നിഷേധിക്കുന്നു. അപ്പോൾ മറിച്ച് പറയേണ്ടത് ഈ 2 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ 2 MLA മാരാണ്. ഇനി ഉദുമയുടെ കാര്യം പറയാം. സ്വാഭാവികമായിട്ടും ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയിൽ ഉദുമ സ്ഥാനാർത്ഥിയുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പൊയ്നാഴ്ചയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഞാൻ സ്ഥിരമുണ്ടാവും, എന്നെ ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീം
അവരെ ഞാൻ എൻ്റെ അഡീഷണൽ ആയിട്ടുള്ള വെറുതെ പൂട്ടിക്കിടക്കുന്ന വീട്ടിലാണ് ആ ടീമിനെ താമസിപ്പിച്ചത്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ആ വീട് വെറുതെ കൊടുത്തതാണ്. ആ വീടിൽ പൂട്ടിക്കിടക്കുന്ന വീടിന് ഇങ്ങനെ നൽകിയപ്പോഴും ഒരു വാടക പോലും വാങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ പാർട്ടിയാണ്, എൻ്റെ സംഘടനയാണ്, എൻ്റെ സ്ഥാനാർത്ഥിയാണ്. 35 വർഷമായി ഉദുമയിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ UDF ജയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ടീമിനെ ഞാൻ എൻ്റെ വസതിക്കടുത്തുള്ള, ഇവിടെയുള്ള പലർക്കും അറിയാം വസതി, കൂട്ടിക്കിടക്കുന്ന ആ വീട്ടിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തും സോഷ്യൽ മീഡിയ താമസിച്ചിരുന്നത്. അത് അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്ക് ബ്രദറിനോട് പറഞ്ഞ് ഈ വീട് ഒന്ന് വാടകയ്ക്ക് തരണം. അന്ന് വാടകയ്ക്കാണ്, അന്ന് വാടക അവർ തമ്മിൽ സംസാരിച്ച് കൊടുത്തിരുന്നു. സാധാരണ ഇതിൽ അങ്ങനെ ഒരു ഉപയോഗിക്കപ്പെടുന്ന വീടല്ല. അപ്പം ഇത്ര പോലും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, ഈ 3 പേരിൽ 2 പേരെ ഞാൻ മാർച്ച് 23 ശേഷം, 2026 മാർച്ച് 23 ശേഷം ഇന്നേ വരെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇന്ന് 24 ഇന്നേ വരെ ഞാൻ അവരെ കാണുകയോ സംസാരിക്കുകയോ ഞാൻ ആരെങ്കിലും വിട്ട് സംസാരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഇതിന് മറുപടി, ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഇങ്ങനൊരു പരാതി ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത്, എനിക്കറിഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും അങ്ങനൊരു പരാതി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.